അടുത്ത സ്റ്റെപ്പ് നമ്മൾ എടുക്കുന്നത് 1 2 3 4 വീണ്ടും 1 2 3 4 ഇതാണ് വരുന്നത്. അപ്പോൾ കൈ ഫ്രണ്ടിലേക്ക് ഈ കൈ നമ്മൾ കൊട്ടാൻ എടുക്കുന്നത് ഈ കയ്യാണ്. അപ്പോൾ പക്ഷെ നീട്ടി പിടിക്കേണ്ടത് ഈ കയ്യാ അല്ല ലെഫ്റ്റ് നീട്ടി പിടിച്ചിട്ട് റൈറ്റിൽ നിന്ന് ഇത്രയും ഇവിടുന്ന് കൈ ലൂസാക്കിയിട്ടോളൂ. ഈ പോർഷൻ നല്ല ലൂസാക്കിയിട്ടിട്ട് കണ്ട് കൊട്ടാൻ തുടങ്ങുമ്പോൾ കൈ വെള്ളം മുകളിലേക്കാവും, അത്രയും ലൂസാവും. ഇനി ആ കൊട്ട് വരണം. ഇനി കുറച്ചും കൂടെ ഫ്രണ്ടിലേക്ക് പിടിച്ചോളൂ. ഇനി കൊട്ടിക്കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് എന്താ അറിയോ, ഈ കൈ താഴെ ഇടണം. അല്ലെങ്കിൽ ഇത് കണ്ടോ ഇങ്ങനെ കളിക്കരുത്. ഇതിവിടെ വെച്ചിട്ട് നമ്മൾ അറിയാതെ ഇങ്ങനെ വെച്ച് പോവും. ഇനി കളിച്ചു നോക്കൂ. 1 2 3 4 അടുത്തത് 1 2 കണ്ട അത് ഈ കൈ പൊങ്ങുന്ന സമയത്ത് ഇത് താഴും വേണം. ഒന്നുകൂടെ എടുത്ത് നോക്കൂ. 1 2 അടിപൊളി. വീണ്ടും 1 2 3 4 ഒന്നുകൂടി കളിക്കൂ. 1 2 3 4 1 2 3. ഇനി സ്ലോ വരുമ്പോൾ നമ്മൾ 1 താഴുന്ന പോലെ തന്നെ ഈ 3ക്കും കൂടെ ഒന്ന് താഴും പുറകിലേക്ക് വെക്കുമ്പോൾ. സ്ലോ വരുമ്പോൾ താഴണം. കളിച്ചു നോക്കൂ. 1 2 3 4 1 2 3 4. ഇനി ഇതിന് സ്പീഡ് എടുക്കുമ്പോൾ ഇരട്ടി സ്പീഡിലാണ് വരിക. പക്ഷെ നമ്മൾ ഒന്നിന് മാത്രമേ താഴുള്ളൂ. അതോടെ നോക്കാം. അപ്പോൾ നമ്മൾ പുറകിലേക്ക് ചുമ്മാ നിന്നാൽ മതി കേട്ടോ. 3 4 കളിച്ചോളൂ. 1 2 3 4 1 2 3 4 1 2 3. ആദ്യം നമ്മൾ 2 എണ്ണമാണ് കളിച്ചതെങ്കിൽ സ്പീഡ് വരുമ്പോൾ 4 എണ്ണം വരും. അപ്പം ഇങ്ങനെയും കളിക്കാം. താഴണ്ട. പക്ഷെ താഴുന്ന സ്റ്റെപ്പിൽ നല്ലോണം താഴണം. ഒരെണ്ണേ താഴുള്ളൂ, പക്ഷെ അത് നല്ലോണം താഴണം. അതെ, ഈ ഫ്രണ്ടിക്ക് 1 3 താഴും. സ്ലോ ആകുമ്പോൾ താഴുന്നതിൻ്റെ എണ്ണം കൂടും. എണ്ണമാണ് കൂടുന്നത് കേട്ടോ. അളവെല്ലാം ഒരേപോലെയാണ്. സ്പീഡിലാകുമ്പോൾ താഴുന്നതിൻ്റെ എണ്ണം കുറവിച്ചാലും താഴുന്നതിൻ്റെ അളവ് ഒരേപോലെയാണ്. കണ്ടോ, ഇതിൻ്റെ അളവ് ഒരേപോലെ ആയിരിക്കും. ഇനി ഈ സ്റ്റെപ്പ് നമുക്ക് ഇപ്പോൾ 2 എണ്ണം ഉള്ളിൽ കളിച്ചാൽ 2 എണ്ണം പുറത്തേക്കും കളിക്കാം. സ്പീഡ് ഇപ്പോൾ 2 സ്ലോ കളിച്ചാൽ അതൊന്ന് കളിച്ചിട്ട് ആ ഫ്ലോ നോക്കുമ്പോൾ ടീച്ചർ ഒന്ന് കളിക്കും. ഇപ്പോൾ ഞാൻ പറഞ്ഞുതരാം. 3 4 1 2 3 4 കണ്ടോ. നമുക്ക് ലെഫ്റ്റ് കൂടെ എങ്ങ് എടുക്കാൻ തോന്നും. തന്നെ വന്നത് കണ്ടോ. അങ്ങനെയാണ് വരിക. അപ്പോൾ ആദ്യം 2 സ്ലോ, പിന്നെ 4 സ്പീഡ് വരുമ്പോൾ 2 സ്പീഡ് വഴി 2 എണ്ണം പുറത്തു. കളിച്ചു നോക്കാം. 3 4 1 2 3 4 1 2 3 4 സ്പീഡ് 1 2 3 4 1 തിരിഞ്ഞോളൂ. 3 4 1 2 3 4 തിരിഞ്ഞോളൂ. 3 3 4 ഇങ്ങനെയാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും ലെഫ്റ്റ് കൂടെയാണ് തിരിഞ്ഞത്. പുറത്തേക്ക് വന്നിട്ടും കണ്ടോ ലെഫ്റ്റ് സൈഡിൽ കൂടെയാണ് തിരിഞ്ഞത്. ഇപ്പോൾ 2 വഞ്ചിപ്പാട്ടിൻ്റെ 2 പ്രധാനപ്പെട്ട സ്റ്റെപ്പ് പഠിച്ചു. ഇനി നമുക്കിത് പാട്ടിൻ്റെ ഒപ്പം നോക്കാം.